ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കിവിടെ വലിയൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു വാവ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാവയ്ക്ക് തേച്ച് കുളിക്കാനുള്ള നല്ല ശുദ്ധമായ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 6 തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ആ തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം പരുവത്തിലൊന്ന് ചതച്ച് എടുക്കണം. അതായത് കറിക്കുള്ള അരപ്പിൻ്റെ പാകത്തിന് പോകരുത്, എങ്കിൽ തോരനയിലും ഇച്ചിരി കൂടി അരയുകയും വേണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ അതിന് നല്ല രീതിയിൽ തേങ്ങാപ്പാൽ കിട്ടുന്ന വിധത്തിൽ ഞാൻ ചതച്ചും അരച്ചും മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം. നല്ലതുപോലെ തിരുമ്മി കൊടുത്ത് അതിന് ശേഷം നമുക്ക് അതിനകത്ത് നമ്മുടെ കയ്യിൽ കൊള്ളുന്ന രീതിയിൽ പിഴിഞ്ഞ് പാലെടുക്കാം. നല്ലതുപോലെ അമർത്തി ഞാൻ പിഴിഞ്ഞ് പാലെടുക്കുന്നുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കാമെന്നേ. ഇതിന് നമ്മൾ കൂട്ടിന് ആരെയൊന്നും വിളിക്കുകയൊന്നും വേണ്ട. കാരണം നമ്മളൊരല്പം ലാഭം കിട്ടാനും ഇത് നമ്മൾ ഈ ഒരു വെന്ത വെളിച്ചെണ്ണ പുറത്ത് മേടിക്കാൻ, അതായത് വിർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ പുറത്ത് മേടിക്കാൻ പോവുകയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര പൈസയാവും. അതുകൊണ്ട് നമുക്ക് ഒരു 2 തേങ്ങയുടോ 3 തേങ്ങയുടോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ചതച്ചെടുത്ത് അതായത് നമുക്ക് ശുദ്ധമായ വെന്ത വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ പിന്നെ ബാക്കിയുള്ളായിരുന്നു, അതായത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന തേങ്ങാപ്പാലും പീര എല്ലാം കൂടെ ഒരു അരിപ്പയിലിട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് അതിനുശേഷം ആ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീരയുടെ, അതായത് ആ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒരു ചെറിയ തുണിക്കകത്ത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. കാരണം ഒരുപാടുണ്ടാകത്തില്ല. ലാസ്റ്റ് അവശേഷിക്കുന്ന ആ തേങ്ങയുടെ തരികൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമാണെന്ന് കരുതിയൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഇനി അതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് കുറേ നേരം പുറത്ത് മൂടി വയ്ക്കണം കേട്ടോ. അതായത് ഫ്രിഡ്ജിലല്ല, ഇപ്പോൾ നമ്മളൊരു 6-7 മണിക്കൂർ അടുക്കളയിൽ തന്നെ മൂടി വയ്ക്കും. അതിനുശേഷം നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് എപ്പോഴാണോ നമ്മൾ കിടക്കാൻ പോകണം ആ സമയത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിലോ, ഫ്രീസറിലല്ലാതെ ഏത് വശത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഫ്രിഡ്ജ് തുറന്നെടുത്തപ്പോൾ നോക്കിക്കേ, നല്ല ഉറച്ച ക്രീമായിട്ട് ഇരിപ്പുണ്ട്, നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. നോക്കിയേ, മേളിലെ ക്രീമും താഴെ വെള്ളവും, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം താഴെ ഫോം ചെയ്യും, ക്രീം മാത്രം മേളിൽ വന്ന് നിൽക്കും. നല്ല തിക്കായിട്ട് നല്ല കട്ടിക്ക് എനിക്ക് ഇതിന് ക്രീം കിട്ടിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. കുത്തിയെടുക്കാനുള്ള പാടുകൊണ്ടാണ് ഞാൻ 2ആയിട്ട് ഒടിച്ചെടുത്തത്. നോക്കിയേ, നല്ല തിക്കായിട്ടുള്ള ക്രീം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മളിതുപോലെ ചെറുതായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം ഒരു പാനിനകത്തിട്ട് കൊടുക്കണം. ഇപ്പോൾ എനിക്കിവിടെ അലൂമിനിയം ചീനച്ചട്ടിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ അതിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അല്ല, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരുളിയിലോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഉരുക്കിയെടുക്കാം. ഇനി ഈ പാത്രത്തിലുള്ള ബാക്കിയുള്ള ആ ക്രീമും കൂടെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്ത ക്രീം ഞാൻ ആ എടുത്തു വച്ചിരിക്കുന്ന ക്രീമിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയ തീയിൽ ഉരുക്കിയെടുക്കണം. ഇങ്ങനെ ഉരുകി വറ്റി കിട്ടുന്ന ശുദ്ധമായ വെന്ത വെളിച്ചെണ്ണ ഒരുപാട് ദേഹത്ത് തേച്ച് കുളിക്കാൻ മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വിർജിൻ കോക്കനട്ട് ഓയിലാണ് നമുക്കിനിയിപ്പോൾ കിട്ടാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ, അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്കും അതുപോലെ തന്നെ തലയിലുള്ള താരനും വല്ലാണ്ട് ചൊറിഞ്ഞും ആകെ ഇറിറ്റേഷൻ ആകത്തില്ലേ താരം കാരണം കൊണ്ട്, അപ്പോൾ അതിനും എല്ലാം ഉത്തമമായ ഒരു പരിഹാരമാണ് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, 1 സ്പൂണോ 2 സ്പൂണോ ദിവസേന കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കൊളസ്ട്രോൾ, അതായത് HDL വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു.
ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഇത് 1 സ്പൂണോ 2 സ്പൂണോ ദിവസേന കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ തീയിൽ ഇതിങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. ഇതിനകത്ത് കാണുന്ന ക്രീം പല പല സ്റ്റേജിലാവും. ഇപ്പം നോക്കിയേ, ആദ്യം ഒഴിച്ചു കൊടുത്തതിനെക്കാട്ടിലും വേറൊരു തരം പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയാണ് ഞാനിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ലതുപോലെ ഇപ്പോഴേ തന്നെ ഇതിനകത്തുനിന്ന് വെളിച്ചെണ്ണ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വായിലുണ്ടാകുന്ന, അതായത് വായ്നാറ്റം, പല്ല് കേടാകൽ, മോണരോഗം, മോണപഴുപ്പ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു തരം വല്ലാത്തൊരു മോശമായൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വെളിച്ചെണ്ണ 1 2 അല്ലെങ്കിൽ 2 3 ഡ്രോപ്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് മോണയിൽ പുരട്ടിയാലുണ്ടല്ലോ നല്ല മാറ്റം ഉണ്ടാവും. ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്ത ക്രീം ഉണ്ടല്ലോ, വെളിച്ചെണ്ണ വേറിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സൂക്ഷിക്കണം, നമ്മുടെ ദേഹത്തോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ദേഹത്തോട്ട് ഇങ്ങനെ മേലോട്ട് ഇതിങ്ങനെ ചാടി നമ്മുടെ കയ്യിലോട്ടൊക്കെ എണ്ണ തെറിച്ച് വീണ് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാൻ. നമുക്ക് പ്രായം ചെല്ലും തോറും ഉണ്ടാകുന്ന ഓർമ്മക്കുറവ്, അതുപോലെ അതായത് അൾഷിമേഴ്സ് തന്നെയാണ് ഓർമ്മക്കുറവ് പോലെ ഉണ്ടാകുന്ന രോഗങ്ങൾ. അതുപോലെ തന്നെ ഓർമ്മശക്തി കുറയൽ, പെരുമാറ്റത്തിലുള്ള മാനസികമായ വൈകല്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമുക്കൊന്ന് തടയാനായിട്ട് നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്പൂണ്, അതായത് എല്ലാ ദിവസവും കഴിക്കുന്നതാണ് ഉത്തമമായ മാർഗ്ഗം. ഓരോ സ്പൂണ് വെച്ച് കഴിച്ചാലുണ്ടല്ലോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതേ നോക്കിക്കേ, പാനിലിപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ക്രീമൊക്കെ ഇങ്ങനെ എണ്ണ വിട്ടതിന് ശേഷം ഉരുണ്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇത്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, മായമില്ലാത്ത വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ എപ്പോഴും വിട്ടുമാറാത്ത ഒരു ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് തൊലിപ്പുറത്ത് ചൊറിച്ചിൽ, അലർജി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ചുവന്ന് തടിച്ച് കിടക്കുക ചൊറിഞ്ഞിട്ട്, പിന്നെ അതുപോലെ തന്നെ തൊലി പൊളിഞ്ഞ് പൊട്ടി ഇളകി വരുന്നത്, അങ്ങനെയുള്ള, അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് നീർക്കെട്ടൊക്കെ ഉണ്ടാകുക, ഇവയൊക്കെ മാറ്റിയെടുക്കാൻ ഈ വെളിച്ചെണ്ണ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പനൊക്കെ ഇല്ലേ, അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ വെന്ത വെളിച്ചെണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുവാണെങ്കിലുണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് ഇതുമാതിരിയുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ കരപ്പനും ഒന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാം. നോക്കിയേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ക്രീമൊക്കെ മുരിഞ്ഞ് ബാക്കി വരുന്ന ആ എണ്ണയും കൂടെ, അതായത് ആ ക്രീമിലുണ്ടാകുന്ന തേങ്ങയുടെ ആ വെളിച്ചെണ്ണ വിട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇതിനി ഇങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഞെരടി നോക്കുമ്പോൾ മണൽത്തരിയുടെ പരുവം കാണും, മുരുമുരാന്ന്. അപ്പോൾ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൈൽസുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പൈൽസുള്ള ആ ഭാഗത്തൊക്കെ ഭയങ്കര തടിപ്പും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ഈ എണ്ണ ഇത്തിരി പുരട്ടി കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ വേദനയും അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇല്ലേ, അതായത് നീർക്കെട്ടുകളൊക്കെ കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയതിന് ശേഷം ഈ അടിയിൽ കാണുന്ന ബ്രൗൺ കളറിൽ ആ കക്കനില്ലേ, ഞങ്ങൾ കക്കൻ എന്ന് പറയും, അത് നമുക്ക് കളയണ്ട. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ദേഹത്ത് തേച്ചതിന് ശേഷം പയറുപൊടിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാം. അങ്ങനെ ഞങ്ങളുടെ സാറ എസ്ലീൻ എന്ന സുന്ദരി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെന്ത വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ 2 തേങ്ങയ്ക്കോ 3 തേങ്ങയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉള്ളിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എനിക്കൊരു ലൈക്ക് തന്നൊന്ന് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന എന്തെങ്കിലും ഫോൾട്ടുകളുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു കമൻ്റൊക്കെ നിങ്ങളൊന്ന് എഴുതിയിടാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വെന്ത വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരയ്ക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.